വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു. വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ജെറ്റ് പമ്പുകൾ എത്തിച്ചു. വാട്ടർ ജെറ്റ് കൊണ്ടുള്ള ഫ്ലഷിംഗ് ഉടൻ ആരംഭിക്കും. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള മാൻഹോളിൽ തടയണ സൃഷ്ടിച്ച ശേഷമാണ് ഫ്ലഷിംഗ് നടത്തുന്നത്. കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ സംഘം ഉടൻ എത്തും. അതേസമയം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കളക്ടറും നഗരസഭാ സെക്രട്ടറിയും 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. അല്ല, അവർ ബൈ റോഡാണ് വരുന്നത്. നമുക്കൊരു കൃത്യമായ സമയം അവർ പറഞ്ഞിട്ടില്ല. എത്തിയാൽ ഉടനെ തന്നെ നമുക്ക് അവരുടെ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിനകത്ത് ഇവിടെ ഇറങ്ങിയതിനു ശേഷം ഒരു 30 മീറ്ററാണ് നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഇനി തുടർന്ന് നമ്മുടെ പ്രവർത്തനം ഇനി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ ഒരു ഫ്ലഷിംഗ് പ്രോസസ്സ്, വെള്ളം കൂടുതൽ കടത്തി വിട്ടുകൊണ്ടുള്ള ഫ്ലഷിംഗ് പ്രോസസ്സാണ്. അത് ഡൗൺ സ്ട്രീമിലേക്കാണ് ആദ്യം ചെയ്യുന്നത്. അതായത് നമ്മുടെ പവർ ഹൗസ് റോഡിലേക്കാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ റിസൾട്ട് നോക്കിയതിനു ശേഷം മാത്രം മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്സ്ട്രീമിലേക്ക് ഫ്ലഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, 2 ദിവസമായി മണിക്കൂറുകളായി തുടരുകയാണ് ഈ ശ്രമകരമായ ജോലി. ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? ഫിജി ഇപ്പോൾ വളരെ ശേഷിയുള്ള അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ശക്തിയോടുകൂടി വെള്ളം ചീറ്റാൻ കഴിയുന്ന 2 ജെറ്റ് പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ചീറ്റുകയാണ്. അതായത് ഇതിന്റെ തുടക്ക ഭാഗം എന്ന് പറയുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ടണൽ തുടങ്ങുന്ന ഭാഗമായ പവർ ഹൗസ് റോഡിന്റെ ഭാഗത്ത് ഒരു തടയണ കെട്ടിക്കൊണ്ട് ഏകദേശം 100 മീറ്റർ പിറകിൽ നിന്നും വളരെ വേഗത്തിൽ ഇപ്പോൾ വെള്ളം ചീറ്റിക്കൊണ്ട് ഇരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന തിരച്ചിൽ അവസാനിപ്പിച്ചു. അത് ഏകദേശം 25 മണിക്കൂർ സമയമാണ് ആ തിരച്ചിൽ നടത്തിയത്. സ്കൂബ ഡൈവിംഗിന്റെ ഒരു പ്രത്യേക സംഘാംഗങ്ങൾ വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ട് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ടണലിനകത്ത് ഇറങ്ങിയുള്ള പരിശോധനയാണ്. ദുർഘടമായ പരിശോധനയായിരുന്നു അത്. പല സ്ഥലങ്ങളിലും അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിൽ മാലിന്യങ്ങളുടെ കൂമ്പാരമായിരുന്നു. മലിനജലം നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് അതിന്റെ മുന്നോട്ടുള്ള പോക്ക് പോലും അസാധ്യമായിരുന്നു. ആ സാഹചര്യത്തിലുള്ള 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. വളരെ ശക്തിയോടുകൂടി വെള്ളം കടത്തിവിട്ടുകൊണ്ട് ആ വെള്ളത്തിന്റെ ശക്തിയിൽ ഈ മാലിന്യങ്ങൾ ഒലിച്ചു പോയി കഴിയുമ്പോഴേക്കും ആ മാലിന്യങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ട്, ആൾ ജോയിയോ മറ്റോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തെത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ചീറ്റുന്ന ജോലി ഇപ്പോഴും തുടരുന്നു. നിലവിൽ വെള്ളം ചീറ്റുന്നതിലും ഒരു പ്രതിബന്ധങ്ങളുണ്ട്. കാരണം വലിയ തരത്തിലുള്ള അഴുക്കുകൾ പല സ്ഥലങ്ങളിലായി കട്ടിപിടിച്ചിരിക്കുന്നതിനാൽ അത്ര ശക്തിക്ക് വെള്ളം ചീറ്റിട്ട് പോലും അത് നീങ്ങുന്നില്ല. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ വലിയ കമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യ കൂമ്പാരങ്ങളെ പൊത്തിവിട്ട് വെള്ളത്തിനടിയിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളം ചീറ്റുന്ന ജോലി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് തുടരുമ്പോൾ തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നേവിയുടെ സംഘം എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ആധുനിക സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയുമായിട്ടാണ് അവരെത്തുന്നത്. അവരെത്തിയതിനു ശേഷം വീണ്ടും ടണലിലേക്കുള്ള പരിശോധന തുടങ്ങും എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു നീക്കമാണ് ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ടീം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും സ്കൂബ ഡൈവിംഗ് ടീമിന്റെ അതിഭയങ്കരമായ ഒരു പ്രയത്നം 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. കാരണം ജലവിഭവ വകുപ്പിന്റെ 2 വലിയ ജെറ്റ് പമ്പുകൾ എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ തോട്ടിലേക്ക് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളം ചീറ്റൽ പ്രക്രിയ ഇപ്പോഴും തുടരുന്നു. ഇതിൽ നിന്ന് ഒരു ഫലം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം എവിടെയെങ്കിലും വളരെ അടുത്തെവിടെയെങ്കിലും ആൾ തടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ ഒഴുക്കിൽ ഒരുപക്ഷെ പുറത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അത്തരത്തിൽ ഇങ്ങനെ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഏകോപനം ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, ഏതു അടിയന്തര സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക സംവിധാനം, അതായത് ആംബുലൻസും ഡോക്ടർമാരും അടങ്ങുന്ന സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആമയിഴഞ്ചാൻ തോടിന്റെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് പ്രത്യേക ഒരു ആശുപത്രിക്ക് സമാനമായ തരത്തിലുള്ള സംവിധാനങ്ങളാണ് ആംബുലൻസിൽ ഒരുക്കിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ നിന്നുള്ള ഡോക്ടർമാരെ ഈ പ്രത്യേക വാർഡിൽ സജ്ജീകരിച്ച് അവിടെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ടണലിലേക്ക് ഇറങ്ങി പുറത്തേക്ക് വരുന്നത് വലിയ മാലിന്യങ്ങൾ അടങ്ങിയ എലിപ്പനി ഉൾപ്പെടെയുള്ള പടരാൻ സാധ്യതയുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോഴേക്കും പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെ നൽകുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള വലിയ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും നേവി സംഘം കൂടി എത്തുമ്പോഴേക്കും കുറച്ചുകൂടെ ഊർജിതമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉള്ളത്. ഏകദേശം
30 മണിക്കൂർ പ്രവർത്തനം സമയമാണ് നിർത്തിവെച്ചിരുന്നു. ദുഷ്കരമായ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് അല്പസമയത്തിനകം നേവി എത്തുന്നുണ്ട്. ഈ രാത്രിയിൽ ഈ രക്ഷാപ്രവർത്തനം തുടരുമോ? എന്താണ് നേവിയുടെ ആസൂത്രണം സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഇപ്പോൾ നമുക്ക് വിവരം കിട്ടിയതനുസരിച്ച് 6 അംഗ സംഘമാണ് മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പരിജ്ഞാനം നേടിയിട്ടുള്ള 6 അംഗ സംഘമാണ് തിരിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവരുടെ കാരണം നൂതനമായ എല്ലാ സാങ്കേതിക വിദ്യകളും ഉണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ നേവി ഇങ്ങനെയുള്ള ഈ ടണലിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തുള്ള ഒരു പരിചയം ഉള്ളവരാണ്. കഴിഞ്ഞ സമയങ്ങളിൽ മണിപ്പൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ടണലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെയൊക്കെ പുറത്തെത്തിക്കുവാൻ ഇവർ പ്രയത്നിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ പ്രതീക്ഷയുണ്ട്. രാത്രി വൈകിയാലും ഇത് ടണലായതുകൊണ്ട് പ്രത്യേകിച്ചും ഒഴുക്കും അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഇറങ്ങി പരിശോധിക്കാനും ഒപ്പം ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എക്സ്റേ പോലുള്ള ചില സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ അത് വെച്ചുള്ള ചില പരിശോധനകളിലൂടെ ആളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും ഈ ദൗത്യത്തെ ഏർപ്പെട്ടിരിക്കുന്നവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അവർ വരുന്നത് വരെ കാത്തു നിൽക്കാതെ ഇത്തരത്തിൽ വെള്ളം കടത്തിവിട്ടും ഒപ്പം കാണാവുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങാവുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങി പരിശോധിച്ചുമൊക്കെ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെ പറയാം. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് ഈ ദൗത്യത്തെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു. കാരണം തിരുവനന്തപുരം നഗരത്തിൽ നടന്ന ഒരു സംഭവം ഇത് വാഗ്വാദങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളുടെ പേരിലോ ഒരു വിഷയമാക്കാതെ ആളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിച്ച് പുറത്തെത്തിക്കുക, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന തരത്തിൽ എല്ലാവരും കൈകോർത്ത് നടത്തുന്ന ഒരു പ്രവർത്തനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആളെ കിട്ടുമെങ്കിൽ അയാൾ ജീവനോടുകൂടി കിട്ടുമെങ്കിൽ ആളെ തിരിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ജോലി മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും രാത്രി വൈകിയും ഇത്തരത്തിലുള്ള പരിശോധന തുടരും. ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പിന് 3 മണി വരെ പരിശോധന ഉണ്ടായിരുന്നു. റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അഴുക്കുകളുടെ ഇടയിലൂടെയൊക്കെ ഫോട്ടോകൾ എടുത്തൊക്കെയുള്ള പ്രവർത്തനം നടത്തിയിരുന്നു. പിന്നീട് അതും ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം ഈ മാലിന്യ കൂമ്പാരങ്ങളുടെ ഇടയിലൂടെ ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയ്ക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ തന്നെ ദുർഘടമായിരുന്നു പാതകൾ. അതുകൊണ്ട് തന്നെ അതും തൽക്കാലം നിർത്തിവെച്ച് പിന്നീടാണ് സ്കൂബ ഡൈവിംഗ് ടീം തന്നെ ഈ ടണലിലേക്ക് അവർ ഇറങ്ങിയത്. ഓക്സിജൻ മാസ്കുകൾ ഘടിപ്പിച്ചുകൊണ്ട് ഇറങ്ങി. വലിയ ദൂരവും വലിയ സമയവും അവർക്ക് ഇതിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ പോലും കൃത്യമായി അവരുടെ പ്രവൃത്തികളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രതീക്ഷകളുണ്ട് ആളെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കാത്തു നിൽക്കുന്നതും. ശരി ബിനോയ്, ആ പ്രതീക്ഷയാണ് ഈ എല്ലാ ശ്രമങ്ങൾക്കും പിന്നിൽ. ഒരു ജീവൻ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. 2 ദിവസം പിന്നിടുന്നു. രാത്രി നാവികസേന എത്തും. രാത്രിയിൽ ദുഷ്കരമായ ദൗത്യം തുടരും എന്ന് തന്നെ നമുക്ക് കരുതാം.